ഹലോ. നമ്മുടെ റെസിൻ കിറ്റ് വെച്ച് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോഴാലോചിച്ചേ നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ ഒന്ന്. എന്നാ വാ. ഞാൻ ദേ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണേ. നമ്മുടെ സൊല്യൂഷൻ എ റെസിനും ബി ഹാർഡ്നറും ആണ് കേട്ടോ. പിന്നെ നമ്മൾ കപ്പും ഉണ്ട്, അതിനൊരു സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ റെസിനും ഹാർഡ്നറും എന്തോരം എടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഒരു നീറ്റ് സർഫസിൽ വേണം ചെയ്യാൻ. ഒരു തുണി ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഇതായിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു തുണി ഇട്ടാൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ ആ കപ്പിൻ്റെ ഉള്ളിൽ കൂടി നോക്കി നമുക്ക് ആ ലൈൻ കാണാം. അതുവരെ ഞാൻ റെസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ ഹാർഡ്നർ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഹാർഡ്നറും പറഞ്ഞ ലെവൽ വരെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ലോണം അത് മിക്സായി ഒരു ലൈറ്റ് വൈറ്റ് വരും. പിന്നെ അത് നോർമലാവും. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ മോൾഡ്സ്. ഒരു കോസ്റ്ററും ബുക്ക് മാർക്കും പിന്നെ കീ ചെയിൻ്റെ 2 എണ്ണം. അപ്പോൾ ഈ കോസ്റ്ററും ബുക്ക് മാർക്കും സെയിം ആയത് കാരണം ഞാൻ കോസ്റ്ററിന് വേണ്ടി കളയുന്നില്ല, ബുക്ക് മാർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കീ ചെയിൻ 2 എണ്ണം. ഇനി നമ്മൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പഴയ കപ്പ് എടുക്കാം. ഞാനിത് ഓൾറെഡി ചെയ്ത കപ്പ് തന്നെ ആയിട്ട് എടുത്തത്. നമുക്ക് ബ്ലാക്കും പിങ്കും ആണ് കിട്ടിയത്. അപ്പോൾ ഞാനൊരു ബഡ്സിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒരെണ്ണത്തിൽ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ പിങ്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനായിട്ട് റെസിൻ ഈക്വലായിട്ട് ഒഴിക്കുക. കുറച്ച് റെസിൻ ബാക്കി വെച്ചിട്ടാട്ടോ ഞാൻ ഒഴിക്കുന്നത്, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾ പിഗ്മെൻറ്റിൻ്റെ കളർ അനുസരിച്ച് വയ്ക്കാം. ഇതൊരു നുള്ളിട്ടാൽ മതി, അത്രയും നല്ലോണം പിഗ്മെൻ്റ് അതിന് കിട്ടും കേട്ടോ. നല്ല ബ്ലാക്കായിട്ട് നല്ല പിങ്കായിട്ടും വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു നുള്ളിട്ടാൽ മതി. ഇനി നമ്മൾ ഈ പിങ്കും ബ്ലാക്കും മാറ്റി വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് അകത്തേക്ക് കുറച്ച് ഗോൾഡൻ ആ ഒരു ലീഫ് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊരു ട്വീസറോ അല്ലെങ്കിൽ സിസേഴ്സോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ലീഫ് കൂടാതെ ഞാൻ ചെറുതായിട്ട് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നല്ല പിഗ്മെൻ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിഗ്മെൻ്റൊക്കെ ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഇനി നമ്മളിത് കീ ചെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാനെടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ആദ്യം 2 സൈഡിൽ നിന്നും ബ്ലാക്ക് ഒഴിച്ചു, നടുക്ക് വേറെ കളർ വരുന്ന രീതിയിൽ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നടുക്ക് ഞാൻ ഗോൾഡൻ ഒഴിക്കുന്നുണ്ട്. ഈ ഗോൾഡൻ കുറച്ചും കൂടി ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇനി സെൻറ്ററിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഒരു ഗ്രേഡിയൻ്റ് പോലെ ഒരു നല്ലൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് ഉണങ്ങാൻ വയ്ക്കാം. നമ്മളിനി അടുത്തതൊരു പെൻഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഒരു പരീക്ഷണം ചെയ്തതാണ്. ഒരു ഗ്ലാസിൻ്റെ മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ ഗോൾഡൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് മിറർ കാണാൻ പറ്റുമോ നല്ല രീതിയിൽ. ഞാനിപ്പോൾ ബാക്കി റെസിൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ കളറൊക്കെ മിക്സ് ചെയ്ത് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാണ്ടോ. ഫ്രഷ് ഫ്ലവേഴ്സ് ആയിട്ടാണെങ്കിലും മുത്താണെങ്കിലും മിററാണെങ്കിലും എല്ലാം. അടുത്തത് ഞാനൊരു 3 കളർ പെൻഡൻറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ബ്ലാക്ക് ഒരു സൈഡിൽ നിന്നും ഗോൾഡൻ ഒരു സൈഡിൽ നിന്നും എന്നിട്ട് നടുക്ക് നമ്മൾ പിങ്കും കൂടി കൊടുത്തിട്ട് ഒരു വേവി പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെൻഡൻറ്റ് നോക്കുന്നത്. ഇനിയിപ്പോൾ 3 റെസിൻ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു പാറ്റേൺ അതിനകത്ത് ഫോം ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ബേസായിട്ട് ബ്ലാക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് താഴെ ഒരു ലെയർ കംപ്ലീറ്റ് കൊടുത്തിട്ട് മിക്സിങ് ഒന്നുമില്ലാതെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ കളേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ബുക്ക് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ സർഫസ് ആയത് കാരണം ഇങ്ങനെ ഫുള്ള് സ്പ്രെഡ് ചെയ്യാതെ ആ ഉള്ള സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒഴിച്ചതിന് നന്നായിട്ട് എല്ലാ മൂലയും കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് ടച്ച് കിട്ടുകയുള്ളൂ. എൻ്റെ കയ്യിലൊരു ബൊക്കെ ഇരിപ്പുണ്ട്, അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഫ്ലവേഴ്സ് അടിച്ച് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇതാ ഫ്ലവേഴ്സായിട്ട് ഞാനൊരു ബേബി ബ്രത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴയൊരു ഫ്ലവർ എവിടെയോ ഞാൻ പണ്ട് ഇത് വെച്ചതാണ്. പിന്നെ ഈ വച്ചതിൽ നിന്നും 3 കുഞ്ഞി വൈറ്റ് ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഇതെന്ത് ഫ്ലവേഴ്സാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഇനി ഞാനതൊരു പാറ്റേൺ പോലെ നോക്കി നോക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാനത് ജസ്റ്റ് കൈകൊണ്ട് വെച്ച് നിങ്ങളുടെ കയ്യിൽ ട്വീസേഴ്സോ സിസേഴ്സോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെക്കാം. അതിന് ശേഷം നമ്മളതൊന്ന് ജെൻറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാൽ അതിൽ നന്നായിട്ട് ഫോമായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം തന്നെ അതിൽ സ്റ്റിക്കായിട്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഉണങ്ങുന്ന കൂട്ടത്തിൽ അതും അതിൻ്റെ ഉള്ളിൽ ഉണങ്ങിക്കോളും. പിന്നെ ഞാൻ ഇങ്ങനെ ബ്ലാക്ക് മാത്രം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇത്, അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചെറുതായിട്ട് ഗോൾഡൻ കളർ ഒരു വേവി പാറ്റേൺ, ഇത്തവണ എല്ലാം ഞാനൊരു വേവി പാറ്റേൺ ആണ് പരീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പം നടുക്ക് കൂടി മാത്രം ചെറുതായിട്ടൊരു ഗോൾഡൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണങ്ങാൻ വെക്കുന്ന നേരം കൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കീ ചെയിനാണ്, താഴെ ബ്ലാക്കും മുകളിൽ ട്രാൻസ്പെറൻറ്റിൽ ഫ്രഷ് ഫ്ലവേഴ്സും വരുന്നത്. ബുക്ക് മാർക്കും ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. പിന്നെ വേറൊരു കീ ചെയിനും കൂടി ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് കമ്മലുണ്ടാക്കിയിട്ടോ. ഇത് നല്ല രസമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ കിറ്റിൻ്റെ അകത്തുള്ളതാണ് ഈ ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ്സും കീ ചെയിൻ്റെ എല്ലാം. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാനിതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ദ മോസ്റ്റ് അവൈറ്റഡ് ടൈം, പീലിംഗ് ടൈം. നമ്മൾ 1 to 2 hour വയ്ക്കുമ്പോൾ തന്നെ ഒരുവിധം ഇത് സെറ്റാകും. അന്നേരം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് വേറെ കളർ കൊടുക്കണം, അങ്ങനെ എന്നിട്ടെങ്കിൽ അപ്പോൾ ഒഴിച്ച് വയ്ക്കാം. ഫുള്ളായിട്ട് ഡ്രൈ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 24 hours എങ്കിലും എടുക്കും. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പെൻഡൻറ്റിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, മിറർ ഫ്ലോപ്പായി പോയി, നമുക്ക് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, അതുകൊണ്ട് കാണുന്നില്ലായിരുന്നു. പക്ഷെ മറ്റ് പെൻഡൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു വെയിൻ ലൈക്ക് പാറ്റേൺ അതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട്. അത് ഞാൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യും. ഇനി നമ്മുടെ കീ ചെയിൻ ആയിട്ടുള്ളത് നമുക്ക് എടുത്ത് നോക്കാം. അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ഹോളുണ്ട്. ആ ഹോൾ വെച്ചിട്ട് കീ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസൻ ജേർണി. ബൈ.